എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് CK ജാനു ഇന്ത്യയിലേക്ക് പോകുന്നു. എല്ലാവർക്കും അതൊരു വലിയ ഷോക്ക് തന്നെയായിരുന്നു. പൊതുവെ കേരള സമൂഹം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലാണ്. പിന്നീട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, വിവാദങ്ങൾ ഉണ്ടാവുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും രണ്ടാമത് 2 വർഷം മുമ്പ് വീണ്ടും ഇന്ത്യയുടെ ഭാഗമാവുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ്, ഇന്ത്യക്കൊപ്പമാണോ? ഞങ്ങളെ പോലെയുള്ള ആളുകളെയൊക്കെ പരിഗണിക്കേണ്ടിയിരുന്നത് ഇവിടുത്തെ LDF ആണ് ഫസ്റ്റ് പരിഗണിക്കേണ്ട ഒരു പ്രസ്ഥാനം. രണ്ടാമതാണ് UDF പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് വരുന്നത്. കേരളത്തിലുള്ള ഈ 2 മുന്നണിയും കേരളത്തിലെ പട്ടികജാതിക്കാരെ പട്ടികവർഗക്കാരെ ഒരു മുന്നണിയായിട്ട് പരിഗണിക്കുന്നില്ല. അപ്പോൾ അവർ കേരളത്തിലെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഒരു മുന്നണിയായിട്ട് വരേണ്ടത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ വരുമ്പോൾ പരിഗണിക്കാതിരുന്ന എവിടെയാണ് പരിഗണിക്കുന്നത് അവിടെ അവർ പോവും. അത് അവരുടെ തെറ്റല്ല. ശരിക്കും ഇത്തരം ഈ ആളുകളോടുള്ള ബിരുദ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അവർ വേറെ ഒരു ചേരിയിലേക്ക് പോകുന്നത്. ഒരു സംവിധാനത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവർ തന്നെയാണ്. ഇവർ പരിഗണിച്ചായിരുന്നെങ്കിൽ പോവില്ലായിരുന്നല്ലോ ശരിക്കും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മാത്രം ഇത് വലിയൊരു വിവാദമാണെന്ന് എന്തിനാ പറയുന്നത്? ഈ ആളുകളെ പരിഗണിക്കാനും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത ആളുകൾ മിണ്ടാതിരിക്കാനാണ്. അതിനുള്ളൊരു മാന്യതയെങ്കിലും കാണിക്കണം, മിണ്ടാതിരിക്കാനുള്ള മാന്യതയെങ്കിലും പാലിക്കണം. അവരുടെ പ്രശ്നങ്ങൾ എവിടെയാണ് പരിഹരിക്കാൻ സാധ്യത തേടുന്ന സ്ഥലത്തേക്ക് അവർ പോകും. അങ്ങനെ പോകുമ്പോൾ അവരെ പോകാൻ അനുവദിക്കണം. എപ്പോഴും അടിമ മനോഭാവത്തിൽ നമ്മളുടെ കാൽക്കീഴിൽ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു മനോഭാവത്തിലല്ല ശരിക്കും വരേണ്ടത്. ഇപ്പോൾ NDA പോലെയുള്ളൊരു മുന്നണിയിലേക്ക് ഞാൻ വരികയും ഇപ്പോഴും അതിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒപ്പം നിൽക്കുന്നത് നമ്മളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവണം. ആ പരിഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ UDF LDF പരാജയപ്പെട്ടു. അവരത് പരിഗണിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല. അപ്പോൾ എവിടുന്നാണ് പരിഗണിക്കാനുള്ള സാധ്യതയുള്ള അത് നമ്മൾ നോക്കും. അത് സാധാരണ എല്ലാ മനുഷ്യരും ചെയ്യുന്നത് നമ്മളും ചെയ്യുന്നു. CK ജാനു മാത്രം ഒരു നിലപാടെടുക്കുമ്പോൾ അത് ലോകത്തില്ലാത്ത വലിയ കുറ്റമാവുന്ന എന്തിനാണ്? ഇപ്പോൾ എല്ലാവരും അതിനകത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ ആ ചേച്ചി ഇപ്പോൾ ഡയറക്ടർ പോയി. ഞാൻ ഡയറക്ടറൊന്നും പോയിട്ടില്ല, ഞാൻ മുന്നണിയായിട്ടാണ് നിൽക്കുന്നത്. മുന്നണി എന്നുള്ള നിലയിൽ അവരൊക്കെ ഡയറക്ടർ പോയി. എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വരുന്നത് CK ജാനു മാത്രം പോകുന്നത് കേരളത്തിന് വലിയ പ്രശ്നമാണെന്ന് പറയുന്നിടത്താണ് അവിടെ ആ മനോഭാവത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം ബാക്കി എല്ലാവർക്കും എങ്ങനെ വേണേലും പോകാം. അവരുടെ ജീവിതത്തിനോ അവരുടെ നിലപാടിനോ അവരുടെ സംരംഭം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാവർക്കും പോകാം. CK ജാനുവിന് മാത്രം പോയിക്കൂടാന്ന് പറയുന്നത് അതൊരു അകറ്റി നിർത്തലിൻ്റെ അയിത്തത്തിൻ്റെയും ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളൊന്നും ഇത്തരം അവസരത്തിലേക്ക് വരരുത് എന്നുള്ള ആ മാടമ്പി മനോഭാവം ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അത് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ തെരഞ്ഞെടുപ്പിലും എങ്ങനെയാണ് NDAക്കൊപ്പം നിന്ന് തുടങ്ങിയോ? NDAക്കൊപ്പം തന്നെ നിൽക്കും, പ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടാവും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ മുന്നണി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ അത് ചെയ്യണമല്ലോ. CK ജാനുവിനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LDFനൊപ്പം നിൽക്കുമ്പോഴും UDFനൊപ്പം നിൽക്കുമ്പോഴും ഞങ്ങളെ ചേർത്ത് നിർത്താത്തത് കൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്, അവർ ഞങ്ങളെ പരിഗണിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കാത്തത് എന്നൊക്കെ പറയുമ്പോഴേ ഈ അവർ തരുന്നൊരു സ്പേസ് എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലോ ജാനു എപ്പോഴും എടുത്തു പറയുന്നത്. എനിക്കൊരു സ്പേസ് അവർ തരുന്നുണ്ട്. ആ സ്പേസിന്റെ രാഷ്ട്രീയമാണ് എപ്പോഴും സംസാരിക്കാറ്. ഇങ്ങനെ ഒരു സ്പേസിന്റെ രാഷ്ട്രീയം മറ്റൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായി NDA നിങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ആ സ്പേസ് തന്നുകൊണ്ട് മറ്റൊരു തരത്തിൽ നിങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ്, അങ്ങനെ ഒരു ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്ന രീതി കൊണ്ടുവന്ന് ആളുകളെ ആ തരത്തിലേക്ക് ചേർത്ത് നിർത്തുന്നു എന്ന് തോന്നലുണ്ടാക്കിക്കൊണ്ട് നിങ്ങളെ ഉപയോഗിക്കുകയാണ് എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. അത് നമുക്കറിയാലോ. മുന്നണി എന്നുള്ള നിലയിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. അത് ഞങ്ങൾ ചെയ്യണം. അത് അവർ ചൂസ് ചെയ്യുന്നു എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. മുന്നണി എന്നുള്ള നിലയിലുള്ള മര്യാദ പരിഗണന നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ആളുകൾ മൊത്തം ഇങ്ങനെ ചൂസ് ചെയ്യാണ്, അതുകൊണ്ട് അവരോട് നിലപാടെടുക്കരുത്, അപ്പോൾ കാലങ്ങളായിട്ട് ഇങ്ങനെ അടിമകളായിട്ട് നിന്നോണം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനിയുള്ള കാലങ്ങളിൽ ഇപ്പോൾ ആളുകൾ ഈ കാലഘട്ടവും സാമൂഹിക വ്യവസ്ഥിതിക്കനുസരിച്ച് ആളുകളുടെ ഇടയിൽ മാനസികമായിട്ടുള്ള പരിവർത്തനവും നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിന് നമുക്ക് തടയിടാനൊന്നും പറ്റില്ല. അങ്ങനെ അത്തരം പരിവർത്തനത്തിലേക്ക് വരാത്തത് അടിമ മനോഭാവത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. അവരും കൂടെ പരിവർത്തനപ്പെടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
ആ ചേർത്ത് നിർത്തലുണ്ടല്ലോ, ആ ചേർത്ത് നിർത്തൽ യഥാർത്ഥത്തിൽ CK ജാനു എന്ന വ്യക്തി ആ ചേർത്ത് നിർത്തലിനെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്നത്? അതെ, ആ കാര്യത്തിൽ സംശയമൊന്നും എനിക്കില്ല. ഇപ്പോൾ ഞാനൊക്കെ എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്, ഒരു നിലപാടുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് എപ്പോഴും അതിനനുസരിച്ച് കൂടെ നിൽക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അങ്ങനത്തെ ഒരു മനോഭാവമല്ല. നിങ്ങൾക്കത് ഈ കാലങ്ങളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ആ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടും തീരുമാനവും വ്യക്തിത്വവും ഒക്കെ നമുക്കുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചേ മതിയാവും. അതാണ് ഒരു പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിൽ 1947 നമ്മളുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിനുശേഷം ഇത്രയും വർഷമായിട്ട് കേരളത്തിലുള്ള പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരായിട്ടുള്ള ആളുകൾ, ഈ രണ്ട് വിഭാഗവും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ പ്രവർത്തിക്കാതെ അവർ പറയുന്നിടത്തൊക്കെ വോട്ട് ചെയ്യാത്ത ഒരാൾ പോലും ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. എല്ലാവരും അത് ചെയ്തവര്. ബാക്കിയുള്ള ആളുകളൊക്കെ എന്തെങ്കിലും കാരണവശാൽ ഒരു പ്രാവശ്യം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവും. പക്ഷെ ഈ ആളുകൾ അത്രയും മാറി നിന്നിട്ടില്ല. ആ കൂടെ തന്നെ നിന്ന് അവർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കൂലി പോലും വാങ്ങാതെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഈ വിഭാഗങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ഒരു അജണ്ട ഉണ്ടായില്ല? ഈ നൂറ്റാണ്ടുകളായിട്ടും കേരളത്തിലെ പട്ടികജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് വേണ്ടി ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്തുകൊണ്ട് ഈ നൂറ്റാണ്ടുകളായിട്ട് ഇല്ലാതെ പോയി? അതുണ്ടാവണ്ടേ? ബാക്കിയുള്ള എല്ലാ വിഭാഗത്തിനും പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട്. ഈ അജണ്ട ചർച്ച ചെയ്ത് അതിനനുസരിച്ചാണ് അവരുടെ മുഴുവൻ വികസന സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഭാഗത്തിന് അത് ഈ നൂറ്റാണ്ടുകളായിട്ടും ഇല്ല. അതുണ്ടാവണം. നമ്മൾ മുന്നണിയായിട്ട് വന്നാലേ ഉണ്ടാവെങ്കിൽ ഞങ്ങൾ ആ മുന്നണിയാവും. അത് ഏത് പൊളിറ്റിക്കൽ വിഭാഗമാണ് നമ്മളെ മുന്നണിയായിട്ട് സ്വീകരിക്കുന്നത് അതിനോടൊപ്പം നമ്മൾ നിൽക്കും. ഇത് ഇപ്പോൾ CK ജാനുവിന് വ്യക്തിപരമായിട്ട് കുറച്ച് സമ്പത്ത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എൻ്റെ കുടുംബം മാത്രം രക്ഷപ്പെടുക, ആ ഒരു മനോഭാവത്തിലൊന്നല്ല ഇത്തരം നിലപാടും തീരുമാനവും എടുക്കുന്നത്. ഈ ഏറ്റവും താഴെത്തട്ടിൽ അകറ്റി നിർത്തപ്പെട്ട, അയിത്തം കൽപ്പിച്ച, അടിമകളാക്കപ്പെട്ട ഈ ജനാധിപത്യത്തിൻ്റെ വക്താക്കളാക്കി അവർ മാറണം. അത് മാറണമെങ്കിൽ ഇതാ വഴിയുള്ളെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് എന്താ തെറ്റ്? അത് സ്വീകരിക്കാൻ പരാജയപ്പെട്ട ഇവരോട് വർത്താനം പറയുന്നതിനെക്കാട്ടും നല്ലത് മിണ്ടാതിരിക്കുന്നതല്ലേ? അങ്ങനെ സ്വീകരിക്കുന്ന സംഭവത്തിൽ നിന്ന് പരാജയപ്പെട്ട ആളുകളോട്. ഇത് ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ സംവിധാനമൊന്നും ഇപ്പോൾ ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്ക് അത് അറിയില്ല എന്ന് ഇവർ വിചാരിക്കുന്ന അവരുടെ അടിമ മനോഭാവം കൊണ്ടാ. ആ അടിമ മനോഭാവം മാറ്റാത്തടത്തോളം കാലം ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വർത്താനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാനൊക്കെ പറയുന്നത്. വിവാദങ്ങളൊക്കെ ഉണ്ടാവട്ടെ വിവാദം. ഇപ്പൊ ഞാനൊക്കെ ഈ പൊതുരംഗത്ത് എപ്പോൾ വന്നിട്ടുണ്ടോ അന്ന് തൊട്ട് ഇന്ന് വരെയും വിവാദങ്ങളുടെ ഘോഷയാത്രയാണ് എനിക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടക്കട്ടെ അത്തരം വിവാദങ്ങളൊക്കെ. പക്ഷെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നെ എല്ലാം കൂടെ ഒതുക്കി ഒരു മൂലക്കിരുത്ത എന്നുള്ള അവരുടെ ഉദ്ദേശ അജണ്ടയുടെ ഭാഗമായിട്ട് നടക്കുന്നതെന്ന് ഇവർ പറയുമ്പോഴേ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിനെ മറികടന്ന് രംഗത്തേക്ക് വരാൻ ശ്രമിക്കുന്നത്. അവരുടെ ആശയം നടപ്പിലാക്കാൻ നിൽക്കാൻ എനിക്ക് പറ്റില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇടപെടൽ വരണ്ടേ? എന്തുകൊണ്ടത് വരുന്നില്ല? ഇപ്പോൾ എന്നെ വ്യക്തിപരമായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട, CK ജാനുവിനെ വ്യക്തിപരമായിട്ട് സപ്പോർട്ട് ചെയ്യേ വേണ്ട, എനിക്കൊരു സംവിധാനവും ചെയ്തു തരണ്ട. പക്ഷേ ഞാൻ ഈ കാലം അത്രയും ചെയ്തത് എൻ്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടൊന്നല്ല. ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ സമുദായത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ പങ്കാളികളാക്കാൻ ഒപ്പം നിൽക്കുന്ന ആളായിട്ട് വരുത്താൻ വേണ്ടിയിട്ടാണ്. ആ കാര്യത്തിൽ ഇവിടുത്തെ UDF LDF പാടെ പരാജയപ്പെട്ട് മുട്ടുകുത്തി നടത്തുന്നതാണ് നമ്മൾ രണ്ടാമതും തുടങ്ങുന്നത്. CK ജാനുവിൽ ഒരു സംഘപരിവാറുകാരി ഉണ്ടോ എന്ന് ഒരു സംശയം ചോദിക്കുക. അങ്ങനെ ഉണ്ടോ ഒരു സംഘപരിവാറുകാരി? എന്നെ സംബന്ധിച്ചോളം സംഘപരിവാറിന്റെ അജണ്ട എന്താണ്, സംഘപരിവാർ എന്താണെന്ന് എനിക്കറിയില്ല. അവർ ഈ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ട്. അവരുടെ അജണ്ട നോക്കലോ അവരുടെ പൊളിറ്റിക്കൽ നിലപാട് നോക്കലോ ഒന്നും എൻ്റെ പരിപാടിയല്ല. അതൊക്കെ അവരുടെ പരിപാടിയാണ്. അത് അവർ നോക്കിക്കോളും. BJPയുടെ ആയാലും സംഘപരിവാറിൻ്റെ ആയാലും അവർ നോക്കിക്കോളും. എൻ്റെ പൊളിറ്റിക്സും എൻ്റെ അജണ്ടയും പ്രാവർത്തികമാക്കാനുള്ള ഇടം എവിടെ അത് ഞാൻ സ്വീകരിക്കും. അതിന് ആരായാലും സ്വീകരിക്കും. അതിലൊരു വിട്ടുവീഴ്ച ചെയ്യില്ല ആ കാര്യത്തിൽ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരളത്തിൽ സംഘപരിവാർ മൊത്തം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദം നടക്കുന്നുണ്ട്.
ഇപ്പോൾ ഞാനും ഒക്കെ ആദ്യകാലങ്ങളിൽ ഈ LDF-നകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര അടുക്കാൻ കൊള്ളാത്ത എന്തോ സംവിധാനം എന്ന് അങ്ങനെ മനസ്സിലാക്കിയിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഈ സംവിധാനത്തിനകത്ത് വന്നപ്പോൾ അത്തരം ഒരു സംവിധാനം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ കേരളത്തിൽ UDF LDF മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. BJP-യോ സംഘപരിവാറോ പോലെയുള്ള ഒരു സംവിധാനം ഈ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെ ശക്തമായിട്ട് അത് വന്നിട്ടുണ്ട്. ഇത് വന്നത് അമേരിക്കയിലോ ജർമ്മനിന്നോ ഒറീസയിലോ മഹാരാഷ്ട്രയെന്നോ കൊണ്ട് ഇറക്കിയ ആളുകളൊന്നല്ല. ഈ UDF-ലും LDF-ലും ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഇത് ശക്തി പ്രാപിക്കുന്നതും അതിൻ്റെ സംവിധാനമാവുന്നതൊക്കെ ഈ ആളുകൾ തന്നെയാണ്. അതിനെന്താ ഇവർക്ക് മറുപടി പറയാനുള്ളത്? CK ജാനുവിനെതിരെ വാതോരാതെ ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഈ സംവിധാനം എന്താ അവർ കാണുന്നില്ലേ? അവർ ഈ കേരളത്തിലല്ലേ ഉള്ളത്? അതിന് മറുപടി അവർ പറയണ്ടേ? എന്താ പറയാത്തത്? ഒരു ആദിവാസി സ്ത്രീ ഒരു നിലപാടെടുത്ത് അതിനെതിരെ ആർക്കും കുതിര കയറാം. അതും ഈ അവഗണനേൻ്റെ അകറ്റി നിർത്തലിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ വർത്താനം പോലും വരുന്നത്. അങ്ങനെയല്ലേ ശരിക്കും? നമുക്കിപ്പോൾ ഓരോന്ന് പരിശോധിക്കാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ആളുകൾ ഡൽഹിയിൽ ഭരണം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ആൾ ബഹുമാന്യനായിട്ടുള്ള AK ആന്റണി, അയാളുടെ മോൻ BJP-യിൽ പോയി ടിക്കറ്റ് എടുത്തില്ലേ? ഇതാ ഇപ്പോൾ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നു അനിൽ ആന്റണി. എന്താ ആളുകൾ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്? അതിനെക്കുറിച്ച് പറയാൻ അഭിപ്രായമില്ലേ? ഇപ്പോൾ അതാ പത്മനജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഡയറക്ടർ ഈ രണ്ട് വിഷയം കോൺഗ്രസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ല, ഇപ്പോ ഞാൻ ഇതിന്റെ ഈ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു യാത്രയിൽ കാസർഗോഡ് അതിന്റെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടായി. ഞാൻ NDA ഉള്ളതുകൊണ്ട് എനിക്ക് പോകണം. ഞാൻ പോയിട്ടുണ്ടായി ആ ഉദ്ഘാടനത്തിന്. അവിടെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടറി ഡയറക്ടർ വന്ന് BJP-യിൽ ചേർന്നു. കാസർഗോഡുള്ള ഡയറക്ടർ വന്ന് ചേർന്നത്. അതിനെന്താ അവർ മറുപടി പറയാത്തത്? എന്താ പറയാത്തത്? CK ജാന് മാത്രമേ കേരളത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്താൽ അത് ലോകത്തിൽ പറ്റാത്ത ഒരു തെറ്റ്. ഇവരൊക്കെ പോകുമ്പോൾ അത് തെറ്റല്ല. ഇവരുടെ ഇങ്ങനെയുള്ള ഈ പൊളിറ്റിക്കൽ പാഴഞ്ച നയം ഉണ്ടല്ലോ, അത് തകർത്തെറിയേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു പോയി എന്നാണ് ഞാൻ പറയാം.